മെയ് 4-ന് ഫലം പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാകുമെന്ന് CPM പോലും വിശ്വസിക്കുന്നുണ്ട്. അവരുടെ സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗവും തോൽവി ഇരന്നുവാങ്ങുമെന്നാണ് CPM അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പോലും വിലയിരുത്തി കഴിഞ്ഞു. UDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി അവർ ഭരണത്തിലില്ല. പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസും UDF-ഉം നിലയുറപ്പിച്ചത്. അതുകൊണ്ട് തന്നെ തീർക്കാൻ കണക്കുകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഉപദ്രവിച്ച പോലീസുകാർക്ക് കണക്കിന് കൊടുക്കണം. ഭീഷണി സ്വരം ഉയർത്തിയ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം വാങ്ങി നൽകണം. വിവിധ കോർപ്പറേഷനുകളുടെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞ 10 വർഷമായി ആട്ടിയും തുപ്പിയും അകറ്റിയവരോട് പക വീട്ടണം. ഇങ്ങനെ പോകുന്നു UDF-ന്റെ ലക്ഷ്യങ്ങൾ. ഇതിൽ തന്നെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു മുറിവുണ്ട്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിൽ നിന്ന് ഏറ്റ മർദ്ദനത്തിന്റെ വേദനകൾ മനസ്സിനെയും ശരീരത്തെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന് അവകാശമുണ്ട്. എന്നാൽ അതിനെ ലാത്തിയും തോക്കും ഉപയോഗിച്ച് നേരിടുകയാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചെയ്തത്. അന്ന് ഏറ്റുവാങ്ങിയ മർദ്ദനത്തിന്റെ നൊമ്പരം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. മെയ് 4-ന് ഫലം വന്ന് UDF അധികാരത്തിലെത്തിയാൽ ആദ്യം തീർക്കാൻ പോകുന്ന കണക്ക് നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ചതിന് മർദ്ദനമഴിച്ചു വിട്ട അംഗരക്ഷകരോടാണ്. പറയുന്നത് KSU നേതാക്കളാണ്. അംഗരക്ഷകരിൽ തന്നെ സന്ദീപ് എന്ന ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്ന് സന്ദീപ് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് അകാരണമായി മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അന്ന് മർദ്ദനമേറ്റവരാണ് ഇന്ന് കണക്ക് തീർക്കുമെന്ന് കട്ടായം പറയുന്നത്. ഉദ്യോഗസ്ഥന് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നും ഭരണമാറ്റമുണ്ടാകുന്ന ദിനത്തിനായി കാത്തിരിക്കുന്നുവെന്നും ആ ദിനത്തിൽ തന്നെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും KSU നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട്. എല്ലാത്തിനും കണക്ക് തീർക്കും, ഒന്നും മറന്നിട്ടില്ലെന്നും ഈ ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് KSU-കാർ വെല്ലുവിളിക്കുന്നുണ്ട്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ എന്ന നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് സംബന്ധിച്ച് ആദ്യ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പേജുകളിലും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ തങ്ങളെ അത്രയും കാലം ഉപദ്രവിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം അടക്കമാണ് പിന്നീട് വരുന്ന സർക്കാർ ചെയ്യുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന് തീർക്കുവാനുള്ളത് 10 കൊല്ലത്തെ കണക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ വെറും പ്രഹസനമായി അവസാനിച്ച നവകേരള യാത്രയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം അരങ്ങേറിയിരുന്നു. പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കും സ്വസ്ഥമായി നവകേരള യാത്ര നടത്താൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം സാധിച്ചിരുന്നില്ല. പോലീസുകാരെ അടക്കം ഇറക്കിയാണ് അന്ന് പിണറായി വിജയൻ സമരത്തെ അടിച്ചമർത്തിയത്. അന്ന് മർദ്ദനത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കുള്ള സമ്മാനമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. എന്തായാലും കേരള പോലീസ് യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്ന രഹസ്യ റിപ്പോർട്ടിൽ LDF ഭരണം അവസാനിച്ചെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. പ്രമുഖർ തോൽക്കുമെന്ന റിപ്പോർട്ട് കണ്ട് ഞെട്ടിത്തരിച്ച മുഖ്യമന്ത്രി കണ്ണൂരിൽ തന്നെ തുടരുകയാണ്. പോലീസ് യഥാർത്ഥ റിപ്പോർട്ട് പ്രകാരം 14ഓളം മന്ത്രിമാർ തോൽക്കുമെന്നാണ് പറയുന്നത്. ഇതോടെയാണ് ഭരണമാറ്റ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. വടക്കുനിന്ന് വന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, OR കേളു, V അബ്ദുൾ റഹ്മാൻ, AK ശശീന്ദ്രൻ, MB രാജേഷ്, ബിന്ദു ടീച്ചർ, P രാജീവ്, സജി ചെറിയാൻ, VN വാസവൻ, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, ശിവൻകുട്ടി, KN ബാലഗോപാൽ എന്നിങ്ങനെ 14 മന്ത്രിമാർ തോൽക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസും ഒന്നും പറയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം കുടിച്ചിരിക്കുകയാണ്. MLA-മാരിൽ പ്രമുഖരെല്ലാം തോൽക്കുമെന്ന് ഉറപ്പിക്കുന്നതോടെ ഭരണമാറ്റവും ഉറപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര അടക്കമുള്ള ഇടതു കോട്ടകൾ തകർന്ന് തരിപ്പണമാകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് 10 വർഷത്തെ പക വീട്ടാനുള്ള നീക്കങ്ങളും യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അതിൽ തന്നെ ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച വടകരയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം നല്ല പണിയാണ് കാത്തിരിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും.